ഹലോ, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റൂം മേക്ക് ഓവറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമുട്ട എണീറ്റ് കഴിഞ്ഞാലൊക്കെ ആകെ ബെഡൊക്കെ ആകെ അലങ്കോലമാണ്. പിന്നെ അവൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്, തിരുമ്പിയിട്ടത്. അപ്പോൾ അവൻ പോയാലാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവൻ അതിൻ്റെ ഇടയിൽ മടക്കി വെച്ച തുണികളൊക്കെ എടുത്ത് നിവർത്തിയിടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുണികളൊക്കെ മടക്കി വെച്ചത് അമ്മ മുകളിൽ നിന്ന് മടക്കിയിട്ടാണ് കൊണ്ടുവരിക. പക്ഷേ ഇവിടെ റൂമിലെത്തി അവൻ്റെ വക ഒരു നിവർത്തലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തുണികളൊക്കെ മടക്കി അവൻ്റെ ഷെൽഫിൽ വയ്ക്കും. നെത്തി ഇടുന്നത് വേറെ ഷെൽഫിൽ, നല്ലത് വേറെ ഷെൽഫിലൊക്കെ ആയിട്ടാണ് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ചതൽ കെട്ടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ചതൽ കണ്ടത്. അപ്പോഴേക്കും ഇന്നലെ ഇത്ര ഉണ്ടായിരുന്നില്ല, എന്നാൽ രാവിലെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി അത് വലുതായിട്ട്. അപ്പോൾ എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാറാല വടിയുടെ ബാക്ക് കൊണ്ടാണ് ഞാൻ തട്ടിയിട്ട് വൃത്തിയാക്കിയത് കേട്ടോ. പിന്നെ കുറച്ച് മാറാല തട്ടുണ്ടായിരുന്നു, കട്ടലിൻ്റെ മുക്കിലൊക്കെ ആയിട്ട് കുറച്ച് മാറാലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തട്ടണം. പിന്നെ ഫാനൊക്കെ ഒന്ന് തട്ടണം. ആകെ പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ സാമുട്ട ഇല്ലാത്ത സമയത്താണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവൻ ഉണ്ടെങ്കിൽ ഈ പൊടിയുടെ ഉള്ളിലൊക്കെ നിൽക്കണ കാരണം. അപ്പോൾ അവനാണെങ്കിൽ അലർജി ഉണ്ട്, പൊടിയുടെ ഒരു ചെറിയതായിട്ട് അലർജി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുകളിൽ ഏട്ടൻ്റെ ഷൂകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് പൊടി തട്ടി വെക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മാറ്റാണ്ടായിരുന്നു. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ബെഡ്ഷീറ്റ് മാറ്റുള്ളൂ കേട്ടോ. പിന്നെ സാമുട്ട എങ്ങനെ യൂറിൻ പോവുകയാണെങ്കിൽ മാത്രം ദിവസം മാറ്റും. സാമുട്ടന് ഞാൻ വേറെ ഒരു വിരിയിലൊക്കെ എടുത്ത് അതിൻ്റെ അടിയിൽ ഒരു ഷീറ്റ് ഇടും കേട്ടോ. കാരണം എങ്ങാനും രാത്രി പെട്ടെന്ന് ഞാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവ എനിക്കില്ല യൂറിൻ പോവാൻ. അപ്പോൾ എങ്ങാനും രാവിലെ ആകുമ്പോഴേക്കും ചിലപ്പോൾ യൂറിൻ പോവുകയാണെങ്കിൽ തന്നെ ബെഡിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷീറ്റ് ഇട്ടിട്ട് കിടത്താം കേട്ടോ. കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഇട്ടു. എനിക്ക് കട്ടിൽ നീക്കി തരാൻ അമ്മ വരും കേട്ടോ. കാരണം കട്ടിൽ നീക്കി വെച്ച് ബുദ്ധിമുട്ടുള്ള കാരണം അമ്മ നീക്കി തരും. എന്നിട്ടാണ് ബെഡ്ഷീറ്റൊക്കെ ഇട്ടത് കേട്ടോ. എന്നും ഒരേപോലെ ആവില്ല കേട്ടോ. എനിക്ക് ചിലപ്പോൾ തലറക്കും ഒക്കെ ഉള്ള കാരണം ചില ദിവസമൊന്നും റൂം അങ്ങനെ വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പം കുഴപ്പമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ റൂം വൃത്തിയാക്കിയിട്ട് വെക്കും കേട്ടോ. കാരണം ഇനി പുതിയ ബേബി വരുന്ന കാരണം അങ്ങനെ പൊടിയൊന്നും പിടിച്ച് കിടക്കാൻ പാടില്ലല്ലോ റൂം. കൂടുതൽ പൊടിയാവുന്നത് ഫാനിൻ്റെ മുകളിലാട്ടോ. ഫാനുമ്പോൾ നന്നായി പൊടിയാവും. നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയാലും അപ്പോഴും ഉണ്ടാവും പൊടി കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ മുകളിലാണ് കൂടുതൽ പൊടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സാമുട്ടൻ്റെ ഷീറ്റ് ഇട്ടു. അതിൻ്റെ മുകളിലൊരു വിരി ഇട്ടു. ഞാൻ സൈഡിലൊരു തലോണ വെക്കും കേട്ടോ. കാരണം സാമുട്ട തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കണ കാരണം അവൻ്റെ തല അടക്ക ചുമരുമ്പോൾ മുട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലോണ വയ്ക്കുന്നതാട്ടോ. പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞ് പുതപ്പിടും. അവനെ തണുക്കുക എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അത് എടുക്കുള്ളൂ, അല്ലെങ്കിൽ എടുക്കൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് റൂമൊക്കെ അടിച്ചിട്ടു. നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ ഫാനിൻ്റെ മുകളിലത്തെ പൊടിയും പിന്നെ ചതലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടിയപ്പോൾ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. പിന്നെ കട്ടലിൻ്റെ അടിയൊക്കെ അടിച്ചപ്പോൾ അത്യാവശ്യം പൊടി കിട്ടി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒക്കെ അടിച്ചൊരു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി, കുളിച്ച് വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബായ്.